പാല സെന്റ് തോമസ് കോളേജും ഭാഷാ സമന്വയ വേദിയും സംയുക്തമായി ഏകദിന സെമിനാറും ശില്പശാലയും സംഘടിപ്പിച്ചു. വിവർത്തനം തുറന്നിടുന്ന വാതിലുകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാറും വിവർത്തന ശില്പശാലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മുൻ പ്രൊഫസറും ഭാഷാ സമന്വയ വേദി അധ്യക്ഷനുമായ ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. വിവർത്തനമാണ് വിശ്വബോധവും മാനവികതയും വളർത്തുന്നതെന്നും ഭാഷാപരമായ അപരിചിതത്വം മാറ്റി ഉത്കൃഷ്ട കൃതികളുടെ വിവർത്തനം ഭാഷാഭിത്തികളെ തകർത്ത് വീക്ഷണം വിശാലമാക്കുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. താരതമ്യ പഠനം, സ്വാധീനതാ പഠനം, പുതിയ സാഹിത്യധാരകളുമായി പരിചയപ്പെടൽ എന്നിവ സാഹിത്യ വിവർത്തനത്തിലൂടെ കൈവരുന്ന നേട്ടങ്ങളാണെന്നും വിവർത്തകർ സാംസ്കാരിക അംബാസഡർമാരാണെന്നും ഡോക്ടർ ആർസു അഭിപ്രായപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, പക്ഷേ കരയുകയും സ്വപ്നം കാണുകയും ചിരിക്കുകയും ഉപകാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യാത്മാവിന്റെ ഗദ്ഗതങ്ങൾ, നെടുവീർപ്പുകൾ, നൊമ്പരങ്ങൾ അത് മൂലസാഹിത്യത്തിൽ വരുമ്പോഴേക്ക് അതിൻ്റെ തർജ്ജമ ചെയ്യാൻ വേണ്ടി അതിന് നമ്മൾ യന്ത്രങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് അത്രമേൽ ഹൃദയസ്പർശിത്വം അതിന് ലഭിക്കുകയില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ് അധ്യക്ഷനായിരുന്നു. ജോമോൾ ജേക്കബ് രചിച്ച ബദലാവ് കാവ്യസമാഹാരം ഡോക്ടർ ആർസു പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ കോളേജിലെ 75 വിദ്യാർത്ഥികൾ ചേർന്ന് ഹിന്ദിയിൽ നിന്ന് കഥകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി വിവർത്തന ശില്പശാലയും സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കാപ്പലിപ്പറമ്പിൽ, കോളേജ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ, സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ അനീഷ് സുരേഖ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ തോമസ് വി മാത്യു, മലയാള വിഭാഗം മേധാവി ഡോക്ടർ സോജൻ പുല്ലാട്ട്, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ജോബി ജോസഫ്, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ കൊച്ചുറാണി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു.